ഹലോ, ഇന്ന് ഞാനൊരു മിനി പേഴ്സായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മിനി പേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് ഇഷ്ടമുള്ളതും കയ്യിൽ ഒതുക്കി പിടിച്ച് നടക്കാൻ പറ്റുന്നതുമായ ഒരു അടിപൊളി പേഴ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളായി യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ ഇതിൻ്റെ ഉൾവശത്തൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഇതുപോലെ ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ഇതിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ഇന്ന് ആരോടും ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തായാലും ആരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പോകുന്നില്ലെന്നറിയാം. എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവർക്കും ഒന്നും ഇങ്ങനെയുള്ള പഴയ പേഴ്സൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കില്ല അല്ലേ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ കളയാൻ മടിയുള്ളവരുണ്ടായിരിക്കും, ഒരുപാട് ഇതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൈന്യൂട്ടായുള്ള സംഭവങ്ങൾ വരെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പേഴ്സ് ആകെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്ര തന്നെ വേറെ പേഴ്സ് വന്നാലും ചിലതൊക്കെ അങ്ങോട്ട് കളയാൻ നമുക്ക് മനസ്സ് വരില്ല. അതുപോലെയാണ് എനിക്ക് ഈ ഒരു പേഴ്സിൻ്റെ കാര്യം കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്ത് കളഞ്ഞില്ല. അപ്പോൾ നമ്മളിനിയിപ്പം പെയിൻറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാർഡ്ബോർഡ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ പെയിൻ്റ് ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ഈ ഒരു പെയിൻ്റാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു തുണിയിലേക്ക് അത് പിടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെയിൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഫുള്ളും ബ്ലാക്ക് അടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ബ്ലാക്ക് പേഴ്സ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാനിരുന്ന് പോയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാനിത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് മറ്റൊരു പെയിൻറ്റ് കൊടുത്ത് മേക്ക് ഓവർ ചെയ്യാം. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ ഈ ഒരു ബ്ലാക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അതിന് ശേഷം മാത്രം ബാക്കി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹെയർ പിൻ യൂസ് ചെയ്തിട്ട് ഒരു 3 ഡോട്ട്സ് ഫ്ലവർ ചെയ്ത് കൊടുക്കാനാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഈ ഒരു പേഴ്സിൻ്റെ ഒരു സൈഡിൽ താഴ്ഭാഗത്തായിട്ടും മറു സൈഡിൽ മുകൾ ഭാഗത്തായിട്ടും ഈ ഒരു 3 ഡോട്ട്സ് ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഴയ പേഴ്സൊക്കെ കളയാനോ പഴയ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കളയാൻ മടിയുള്ളവർ ഇതുപോലെ റീയൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇളകി പോകുമെന്നോ കയ്യിൽ പറ്റുമെന്നോ ഒന്നും പേടിക്കണ്ട, കഴുകിയാലും പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയും ഇഷ്ടമുള്ളൊരു പേഴ്സ് ആയതുകൊണ്ട് ഞാനിവിടെ ഇതും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഫ്ലവറിൻ്റെ നടുവിലായിട്ട് കുറച്ച് കളർ കൂടി കൊടുക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ ഒരു ലൈറ്റ് ഗ്രീൻ കളറ് എടുത്തു. അത് ഞാൻ ഇത് സെൻട്രലായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.